യോ വാട്ട് ഈസ് അപ്പ് ഗായ്സ്, വീണ്ടും അത് മനോഹരമായ പുതിയൊരു വ്ളോഗിൽ നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് നമ്മുടെ RC200. വീഡിയോയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയുന്നു, ചാനൽ തന്ന സപ്പോർട്ടും കാര്യങ്ങളെല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ഒരുപാട് സപ്പോർട്ടും നിങ്ങൾ ഒരുപാട് ലൈക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും നിങ്ങൾ മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, നമ്മുടെ കൈവശം എന്നുള്ളത് 2017 RC200 എന്ന മാരക വെഹിക്കിളാണ്. ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. അതുമാത്രമല്ല, ഒരുപാട് വിശേഷങ്ങൾ ഈ വണ്ടിയെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നമ്പർ 1 കാര്യം തന്നെ, വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അല്ല, UKG മുതൽ എന്താ പറയുക +2 വരെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്. അതുമാത്രമല്ല, നമ്മുടെ ക്ലാസ്സിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഹെവി ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടി ഇറക്കുന്നത് ഈ പയ്യനാണ്. ഈ വണ്ടിയുടെ ഓണറാണ്. അതുപോലെ തന്നെ ഒരുപാട് ലോങ്ങും കാര്യങ്ങളും ഞാൻ ഈ വണ്ടിയിൽ പോയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ വിലയിൽ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. 2017 വണ്ടി RC200. ഇതിൻ്റെ വില അന്നത്തെ 2017 ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരു 2,05,000 രൂപ അന്ന് ഓൺ റോഡ് പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ ഓരോ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ അടാറ് വിലയാണ്. ഒരു 2.25 ഏകദേശം റേഞ്ച് ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് 250 ഞാൻ റിവ്യൂ ചെയ്യുന്നു. അന്ന് 250 തന്നെ 3.15 എങ്ങാണ്ട് നമ്മുടെ റേറ്റ് ഉണ്ട്. എന്തായിരുന്നാലും അന്ന് ഒരു 2 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അന്ന് ലാഭകരം തന്നെയാണ്. പിന്നീട് നമ്മളങ്ങ് നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വിലയൊക്കെ കയറി പോവാണ്. നമ്മളെന്തായാലും അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ 2017 2 ലക്ഷം രൂപയ്ക്കാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ BS4 എഞ്ചിൻ കൂടെയാണ്, BS4 ലിക്വിഡ് കൂൾ എഞ്ചിൻ കൂടെയാണ്. നമുക്ക് BS4 പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പേർക്ക് എന്താ പറയുക ഓരോ അഭിപ്രായങ്ങളുണ്ട്. BS3യിൽ നിന്ന് BS4ലേക്ക് വന്നിട്ട് വണ്ടി കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള സത്യമാണ്. പക്ഷേ വണ്ടിയുടെ പവർ, പലരും പറയുന്ന കാര്യമാണ് പവർ ഡ്രോപ്പ്. BS3യിൽ നിന്ന് BS4 വന്നെങ്കിൽ പവർ ഡ്രോപ്പായി ആ ഒരു കിക്ക് കിട്ടുന്ന ആ പഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പലരും കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ BS3യിൽ നിന്ന് BS4ലേക്ക് വാഹനം വന്നു. അതിനുശേഷം BS6ലേക്ക് എന്താ പറയുക നമ്മുടെ വാഹനങ്ങൾ എല്ലാം കൂടെ ചേക്കേറി. അപ്പോഴേക്കും പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് എമിഷൻ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൗണ്ടൊക്കെ വളരെ കുറഞ്ഞു. പക്ഷേ വണ്ടി എഞ്ചിൻ റിഫൈൻമെൻറ്റ് കൂടുതലാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഞാൻ പറഞ്ഞു ആ ഒരു കിക്കും ആ ഒരു പഞ്ചും വീണ്ടും BS6ലേക്ക് പോയപ്പോൾ കുറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പല റൂൾസ് ആൻഡ് റെഗുലേഷൻസും വന്നു. അപ്പോൾ കമ്പനിക്ക് എന്താ പറയുക അത് ഫോളോ ചെയ്തേ പറ്റൂ. നമുക്ക് എന്താ അതിൽ അയ്യോ ഇതിങ്ങനെ കുറഞ്ഞു, ഇത് മാറ്റിപ്പോയി എന്ന് പറഞ്ഞ് നമുക്കത് കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ഇറ്റ്സ് ഗോ വിത്ത് ദ ഫ്ലോ, നമുക്ക് അങ്ങനെ പറയാനേ പറ്റും. അതാണ് നമ്മൾ BS4ഉം BS6ഉം എന്തായിരുന്നാലും BS4 എന്താ പറയുക മോശമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. BS4 കിടിലം വണ്ടി തന്നെയാണ്. എടുത്ത യൂസർക്ക് എല്ലാവർക്കും അറിയാം BS4 ഇസ് എ കിടിലം വണ്ടി. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ്. പക്ഷേ നമുക്ക് ഇതിനൊരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ബാക്ക് ബ്രേക്ക്, അതായത് RCയിൽ നമുക്ക് ബാക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അത് അത്ര ഒരു എന്താ പറയുക ഒരു സുഖകരമുള്ളൊരു കാര്യമല്ല. നിങ്ങൾ എത്ര ബ്രേക്ക് പിടിച്ചാലും അതിൻ്റെ ഒരു ഫൈനസ്റ്റ് ഫോം ഒരിക്കലും ഈ വണ്ടിക്ക് കിട്ടത്തില്ല എപ്പോഴും. കാരണം വെച്ചാൽ വെയിറ്റും കാര്യങ്ങളെല്ലാം ഫുള്ള് ഫ്രണ്ടിലാണ്. ഓക്കെ, നമ്മുടെ RCയിൽ തന്നെ വെയിറ്റും കാര്യങ്ങൾ കംപ്ലീറ്റ് ഫ്രണ്ടിലാണ് വരുന്നത്. അപ്പോഴേക്കും നമ്മളെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ആപ്റ്റായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ബാക്ക് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ബാക്ക് വളരെ കുറവാണ്, ശോകാവസ്ഥയാണ്. ഫ്രണ്ട് ബ്രേക്കിലാണ് കംപ്ലീറ്റ് കളിയിരിക്കുന്നത്. ഒരു സ്റ്റോറി ഉണ്ട്. ഞാനും നമ്മുടെ സുഹൃത്തുമായിട്ട് ഇടയ്ക്ക് എന്താ പറയുക ഒരു സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് നമ്മൾ കയറി വന്നപ്പോഴത്തേക്കും ഒരു അംബാസഡർ കാർ ഇങ്ങനെ കുറുകെ ചാടിയായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ബ്രേക്ക് പിടിച്ച് എന്തോ ഭാഗ്യത്തിന് ബ്രേക്ക് പിടിച്ച് തന്നു. ബാക്ക് ബ്രേക്ക് വളരെ ശോകമായിരുന്നു. അത് അന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഫ്രണ്ട് ബ്രേക്കിലായിരുന്നു ഫുള്ള് കളി വന്നിരുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഗൈസ്, നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ടെന്നത് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റും അത് തന്നെ ക്ലച്ച് കാര്യമാണ്. ഇതുവരെയ്ക്കും അങ്ങനെ വേറെ കംപ്ലയിൻറ്റോ പ്രശ്നമോ ഒന്നും വന്നിട്ടില്ല. ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ ടൈറ്റ്നെസ്സോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. എന്താ പറയുക നല്ല സ്മൂത്തായിട്ട് തന്നെ വരുന്നുണ്ട്. അതൊരു നല്ലൊരു പോസിറ്റീവ് കാര്യം തന്നെ ഞാൻ പറയാനുള്ളത്. പിന്നെ വേറെ ചെറിയ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ ഇതുവരെയ്ക്കും വണ്ടിക്ക് അതും വേറൊരു പോസിറ്റീവാണ്. കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇടയ്ക്കൊരു എഞ്ചിൻ ലീക്ക് മാത്രം വന്നിട്ടുണ്ട്. അത് 2018 ആ സമയത്തിൽ എപ്പോഴാണ് ഒരു എഞ്ചിൻ ലീക്ക് വന്നിട്ടുള്ള, അല്ലാതെ തന്നെ പറയത്തക്കതായിട്ട് ഒരു എഞ്ചിൻ പണിയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാർട്സിന് ഇച്ചിരി വില കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അറുപ്പായിട്ട് വില ഒന്നുമില്ല, എന്താ പറയുക അങ്ങനെ ഒന്നുമില്ല. എന്നാലും അഫോർഡബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക റേഞ്ചിൽ തന്നെയാണത്. പക്ഷേ നമ്മളെന്താ പറയുക ഡ്യൂക്ക് അല്ലെങ്കിൽ RC ഇറങ്ങിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക എക്സ്പെൻസീവ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയാനുണ്ട്. മൈലേജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കുറച്ച് ഡൗൺ ആണ്. ഒരു 30-35 ഇതിന് കിട്ടാറുള്ളൂ. ചിലപ്പോഴൊക്കെ നമുക്ക് എന്താ പറയുക 30 ചില ടൈമിൽ കിട്ടും. പിന്നെ ലോങ്
പോകുന്നതെങ്കിൽ ഒരു 40 കിട്ടുന്നുണ്ട്. ഓക്കെ, ലോങ് റൈഡ് ഹൈവേ റൈഡിലൊക്കെ 40 ഒരു കഷ്ടിച്ചൊക്കെ കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് ഫൈൻ. പിന്നെ വേറെ ഇതിൻ്റെ ആക്സലറേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് എൻഡ് പറഞ്ഞ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ഈസി മീറ്റർ ഉണ്ട്. ഈ ഈസി മീറ്റർ ഉള്ളതിൻ്റെ ഒരു പ്രത്യാഘാതത്തിൽ കാരണം നമുക്ക് ടോപ്പ് സ്പീഡ് അങ്ങനെ അധികം എടുക്കാൻ പറ്റത്തില്ല. ഒരു 130-135 വരെ ഇതിനെന്ന് പറഞ്ഞാൽ ടോപ്പ് സ്പീഡ് പോകത്തില്ല. അതൊരു സേഫ്റ്റി മെഷറായിട്ട് വെച്ചിട്ടുള്ളതാണ്. 135 വരെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് പോകത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് സ്പീഡിൽ ഒരു 130, 31, 32, 35 എത്തുമ്പോഴേക്കും ഇതങ്ങ് ഡൗൺ ആവും. 30 വീണ്ടും താഴെ പോകും. ഓക്കെ, ചെറിയൊരു ഡ്രോപ്പ് വരും, വീണ്ടും 30, 31, 35 വരേക്ക് പോകും, വീണ്ടും ഡ്രോപ്പ് ആവും. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സൈക്കിളിൽ കളിയാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. വിച്ച് ഈസ് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ സേഫ്റ്റി മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ളതാണ്, അതൊരു കാര്യം. പിന്നെ ഇതിൻ്റെ ആക്സലറേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, BS3 നിന്ന് BS4 വയ്ക്കുമ്പോൾ ചെറിയൊരു ഡ്രോപ്പ് നമുക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം നമുക്ക് ഒരു എൻജോയ് ചെയ്ത് റൈഡിങ് ജോയായിട്ട് പോകുന്നതിന് ഒരു പ്രശ്നമില്ല. അതും കിടിലം തന്നെയാണ്. ആക്സലറേഷൻ കിടിലാണ്, ഓവർടേക്ക് ഇതൊക്കെ പോകുന്നതിനൊക്കെ വളരെ കിടിലാണെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ കോർണറിങ്ങിനെ പറ്റി സംസാരിക്കാനുണ്ട്. കോർണറിങ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഫൈനസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കില്ലാടി ഉണ്ടെങ്കിൽ അത് V3 മാത്രമാണ്. V3യും RC മാത്രമാണ് നമുക്ക് കോർണറിങ്ങിന് ശരിക്കും പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമുക്ക് തരാം. അതായത് ഒരു കുറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോർണറിങ്ങിൻ്റെ വലിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ വലിയ വാഹനങ്ങളൊക്കെ 600,000cc വണ്ടി എടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ, കുറഞ്ഞ CCയിൽ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു റൈഡിങ് എൻജോയബിൾ ഒരു കോർണറിങ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അത് RC വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് എന്നേ ഞാൻ അതിന് പറയത്തുള്ളൂ. അതുപോലെ തന്നെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ സർവീസിൻ്റെ കാര്യം പറയാനുണ്ട്. സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 300-500-400 ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത്. സർവീസ് കോസ്റ്റ് കയറ്റിയും അതുമേ നമുക്ക് കുറച്ച് എന്താ പറയുക, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു ചില ടൈമിലൊക്കെ എന്താ പറയുക കോസ്റ്റിങ്ങിന് ആവുന്നുണ്ട്. പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. വേറെ 4000-നകത്തൊക്കെയാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത്. 7500 അല്ലെങ്കിൽ 7500 അല്ലെങ്കിൽ 6 മാസം. ഓക്കെ, 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 7500 ആകുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് സർവീസൊക്കെ ചെയ്തോണം. കാരണം അല്ലെങ്കിൽ എഞ്ചിനൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ കൊണ്ട് ഓടേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ സാഹചര്യം ഉണ്ടാക്കിയെടുക്കരുത്. എപ്പോഴും നമ്മൾ ഒരു പടി മുന്നോട്ട് തന്നെ ആയിരിക്കും സർവീസിൻ്റെ കാര്യത്തിൽ. എപ്പോഴും കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടൊക്കെ സർവീസ് ചെയ്യുക. ഞാൻ പറഞ്ഞത് 4000 രൂപ അല്ലെങ്കിൽ 7500 അല്ലെങ്കിൽ നമുക്ക് 6 മന്ത് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സർവീസ് ചെയ്യാം. അതൊരു പോയിന്റ്. പിന്നെ സർവീസ് നമ്മൾ പുറത്ത് കൊടുത്താണ് ചെയ്യുന്നത്. കാരണം നമുക്ക് കമ്പനി കൊടുത്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യുന്നത്. ഇപ്പം മിക്കവരും പുറത്ത് കൊടുത്താണ് ചെയ്യുന്നത്. എന്തായിരുന്നാലും പുറത്ത് കൊടുത്ത് ചെയ്യുന്നത് ഫൈൻ എന്നേ പറയാൻ പറ്റൂ. ഫൈനല്ല, കൊള്ളാം, സർവീസൊക്കെ പക്കയാണ്, നീറ്റാണ്, അതൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ വിസിബിലിറ്റി, ലൈറ്റിൻ്റെ പവർ പറയാനുണ്ട്. കിഡിലാണ്. നമ്മൾ ഞാൻ പറയും V3 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ V3 യൂസറാണ്. അപ്പോഴത്തേക്കും V3യുടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ശോകമാണ്. അത് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പം ഇതൊക്കെ സ്വർഗ്ഗമാണ് ഇതിൻ്റെ ലൈറ്റിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ അധികം കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. ഇടയ്ക്ക് പിന്നെ വണ്ടി തേഞ്ഞ് പോയി അതിൻ്റെ സസ്പെൻഷനൊക്കെ ഇടയ്ക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഒത്തിരി ഒരു എന്താ പറയുക 2017 എടുത്ത വണ്ടിയാണല്ലോ. അപ്പോൾ ഇതൊക്കെ സസ്പെൻഷനൊക്കെ ഇടയ്ക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റ് ഇതിനൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിന്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ചെയിൻ്റെ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വണ്ടി തന്നെയാണ്. ഇതിൻ്റെ 500 വെച്ച് നിങ്ങൾക്ക് കറക്റ്റ് ഇത് എന്താ പറയുക, ഇതിൻ്റെ ചെയിൻ നമുക്ക് ലൂബ് ചെയ്തൊക്കെ ഉപയോഗിക്കണം. നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ കാര്യങ്ങൾ അതിൽ ഒന്നും കംപ്ലയിൻ്റ് ഒന്നും വരുത്തരുത്. അതൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കണം, അതൊരു കാര്യം. പിന്നെ അതുപോലെ ഗൈസ്, നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഇതിൻ്റെ ലോങ് റൈഡ് കംഫർട്ടാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് ലോങ് റൈഡ് പോകുന്നുണ്ട്. ഇതിനും പോയിട്ടുണ്ട്. മൂന്നാർ, ഊട്ടി, ഇതൊക്കെ നമ്മുടെ ഇടത്തിലൊക്കെ നമുക്ക് എന്താ പറയുക ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നടുവേദന കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഇരിക്കുന്ന ഒരു പോസ്റ്ററിൻ്റെ ഒരു കുഴപ്പം കൊണ്ടുണ്ടല്ലോ, കുഴപ്പമില്ല, നമുക്കൊരു സ്പോട്ടി ലുക്കിലിരിക്കുന്ന ആ ഒരു പോസ്റ്ററിലൊക്കെ ഉണ്ട്. നമുക്ക് ഷോൾഡറും കപ്പ് അതുപോലെ തന്നെ ഹെൽമറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കഴുത്തിലൊക്കെ ചെറിയൊരു പെയിൻ വരാം, അത്രേ ഉള്ളൂ. ഓക്കെ, അത് നോർമലായിട്ട് എല്ലാ വണ്ടിയിലും വരുന്നതാണ്. അത് നിങ്ങൾ വലിയ കുറ്റമായിട്ട് എടുക്കേണ്ട. ആ ഒരു ഡിഫിക്കൽറ്റിയും കാര്യങ്ങൾ മാത്രമേ ഇതിന് ലോങ്ങിൽ വന്നിട്ട്. പക്ഷേ ഞാൻ പറയാം, മൈലേജൊക്കെ ലോങ് പോകാൻ സമയത്ത് 40 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് ലോങ് പോയ ടൈമിൽ അങ്ങനെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു കാര്യം വന്നിട്ടില്ല. ഇതിൻ്റെ ഫീസ് അടിച്ച് ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. പെർഫെക്റ്റ്ലി നമ്മൾ ലോങ് പോയി എൻജോയ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, പിന്നെ ബാക്ക് സീറ്റിൻ്റെ കംഫർട്ട് നമുക്ക് പറയണ്ടല്ലോ. നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിലോട്ട് വരും, വീണ്ടും ബാക്കിലിരിക്കും, ബ്രേക്ക് പിടിക്കുമ്പോൾ വീണ്ടും ഫ്രണ്ടിലോട്ട് വരും. ഒട്ടും കംഫർട്ടല്ല ബാക്ക് സീറ്റ്. നമ്മൾ ബാക്ക് സീറ്റിനല്ലല്ലോ, നമ്മളൊരു സിംഗിൾ റൈഡിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി എടുക്കുന്നത്, സിംഗിൾ പ്രസംഗയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി കാണുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ RCയിൽ പറഞ്ഞിട്ടുള്ള വിശേഷം. പിന്നെ അതുപോലെ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റിനെ കണ്ടിട്ട് നമുക്ക് പിരിയാം. വണ്ടി ഓൺ ചെയ്യുന്നു, അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അരേ ക്യാ ബാത് ഹൈ ബോ. കണ്ടോ ഗൈസ്,
ശബ്ദം കേട്ടാലും അറിയാം BS4 മോഡലാണ്. കുറച്ചും കൂടെ ലൗഡ് സൗണ്ട് കുറച്ചും കൂടെ ഇമ്പമുണ്ട്. പുതിയതായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറവാണ്, പക്ഷെ എന്നായിരുന്നാലും അടിപൊളിയാണ്. പിന്നെ ഗൈസ്, നമുക്കിത് ആരൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ലൈഫ് അങ്ങനെ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും ഈ വണ്ടി എടുത്തോ. ബാക്കിൽ ആരെങ്കിലും ഇരുത്തിക്കൊണ്ട് പോകണമെന്നുള്ള ആഗ്രഹമുള്ള തീർച്ചയായിട്ടും ഈ വണ്ടി എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ സ്ലിപ്പ് ചെയ്ത് നിങ്ങളുടെ മുതുകത്ത് വന്നിരിക്കും. അതൊരു ഡിസ്കംഫർട്ടാണ്. സിംഗിൾ റൈഡിന് അല്ലെങ്കിൽ സിംഗിൾ പസംഗ തീർച്ചയായിട്ടും ഈ വണ്ടികൾ എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ വെച്ചാൽ അങ്ങനെ അധികം കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് വലിയ കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. ഇത് വണ്ടി ഓടി തേഞ്ഞ് എന്തെങ്കിലും പോയാൽ മാത്രമേ അതിന് എന്തെങ്കിലും വരത്തുള്ളൂ. അല്ലാതെ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ എനിക്ക് പറയാനായിട്ടില്ല. പിന്നെ സർവീസ് കൊടുക്കുന്നത് നല്ല സ്ഥലത്ത് കൊടുക്കുക, അതിപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് ഇതൊന്നും കൊടുത്തു കളയരുത്. അത് വളരെ പ്രോബ്ലം ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന 100% തൃപ്തിയുള്ളിടത്ത് നിങ്ങൾ സർവീസ് കൊടുക്കുക. ഓക്കെ, ഈ പോയിൻറ്റും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവർക്കും ശുഭദിനം.